നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റിയായ നാടൻ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിരിക്കുകയാണ്. 4 പീസ് എടുത്തിട്ടുണ്ട്. നമ്മളിതിലിപ്പം ഇടാനുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ജാറിലേക്ക് നമ്മുടെ മസാല ഇടാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടുകയാണ്. നമ്മുടെ കറുകപ്പട്ട, പിന്നെ സ്റ്റാർ ചെറുതായിട്ട് ഞാൻ മുറിച്ചിട്ട് എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് മതി. പിന്നെ ഒരു ഗ്രാമ്പു ഒരു 4 എണ്ണം, പിന്നെ ഒരു 4 നമ്മുടെ ഏലക്കായ, ഇത്രയും മതിയാവും. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ഈ ഒരു പീസിൻ്റെ ഇഞ്ചിയാണ് നമ്മൾ ഇടുന്നത്. ഇത്രയും വലിയൊരു പീസാണ്. നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. 2 ചെറിയ ഉള്ളി, അത് നമ്മൾ അരിഞ്ഞിടുകയാണ്. ഇപ്പോൾ നമുക്ക് 1 ടീസ്പൂണിൻ്റെ പെരുംജീരകം ഇടുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മളിതിപ്പം 1 ടീസ്പൂണിൻ്റെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അടുത്ത് 1 ടേബിൾ സ്പൂണിൻ്റെ നമ്മുടെ മുളക് പൊടി ഇടുകയാണേ. ഇപ്പം ആവശ്യത്തിന് ഉപ്പിടുകയാണേ. നമ്മുടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് വന്നിട്ട് ഒരു 10 അല്ലി ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വലുതാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ആവശ്യാനുസരണം നോക്കിയെടുക്കുക. ഞാനൊരു 10 എണ്ണം ഇതിലെടുത്തിട്ടുണ്ട്. ചെറുതാണേ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുക്കുന്നത്. ഇതും കൂടെ ഇടാം അതിനകത്ത്. പിന്നെ അടുത്ത് നമ്മൾ ഇടേണ്ടത് 1 ടേബിൾ സ്പൂണിൻ്റെ കുരുമുളകാണ്. പൊടിയല്ല, കുരുമുളകാണ് ഞാൻ അതിൻ്റെ അകത്ത് ഇടുന്നത്. നമ്മളിതെല്ലാം കൂടെ ഇപ്പം ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. നമ്മളിതിപ്പം നമ്മുടെ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. ഇത് നോക്കണം, ഞാനിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ്. നമുക്കിത് പിന്നീട് ഫ്രൈ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഇതൊരു ½ an hour വെച്ചാലും മതിയാവും, അല്ലെങ്കിൽ ഒരു 1 hour ഇരുന്നാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പം നാളത്തേക്കാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇന്നിപ്പം ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അടുത്ത ദിവസം കാലത്തെടുത്ത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഇതിങ്ങനെ ഇപ്പം നമ്മളെല്ലാം കൂടെ ഈ മസാല മൊത്തം ഇതിലിങ്ങനെ പിടിക്കാനായിട്ട് ഇട്ട് വെക്കുക. ഞാനിപ്പോൾ ഇത് 45 മിനിറ്റ്സിന് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. ഞാനിപ്പോൾ ഇത് പുറത്തെടുത്തിരിക്കുകയാണ്. നമുക്കിതിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഈ മസാലയൊക്കെ ഇങ്ങനെ ഊരി പോവാണ്ടിരിക്കാൻ, ഇത് ഓപ്ഷണലാണ് ഞാൻ പറയുന്നത്. മസാലയൊക്കെ ഊരി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺ ഫ്ലോർ വന്നിട്ട് നമുക്ക് ലേശം ഡസ്റ്റ് ചെയ്തിരുന്ന പോലെ ലേശം ലൈറ്റായിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കാം. ചെറിയൊരു ചട്ടി ആയതുകൊണ്ട് ഞാനിപ്പോൾ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ സ്പെഷ്യൽ നാടൻ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെൽ ബട്ടണിൽ അതിൽ ഓളിലും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട.